إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം അത് പൂർണ്ണമാണ്, പരിപൂർണമാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനായ ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, അത് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച ഈ ദീൻ അതിലേക്ക് കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ബിദ്അത്തു ഹിയ കുല്ലു അംരിൻ മുഹ്ദസിൻ ഫിദ്ദീനി മിൻ അഖീദത്തിൻ ഔ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത പിൽക്കാലത്ത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ വിശ്വാസങ്ങളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. ആ ബിദ്അത്ത് പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ബിദ്അഉൻ ഇഅ്തിഖാദിയ്യ, വിശ്വാസപരമായ ബിദ്അത്തുകൾ, പുത്തൻ വിശ്വാസങ്ങൾ. അതല്ലെങ്കിൽ ബിദ്അഉൻ അമലിയ്യ, പുത്തൻ ആചാരങ്ങൾ, പുത്തൻ കർമ്മങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ പരിചയമില്ലാത്ത ഇത്തരത്തിലുള്ള പുതിയതായി ദീനിലേക്ക് കടത്തിക്കൂട്ടിയ വിശ്വാസമാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അതെല്ലാം ബിദ്അത്തുകൾ തന്നെയാണ്. മുസ്ലിമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള യാതൊരു ബിദ്അത്തുകളും അവനിലേക്ക് കടന്നു വരാൻ പാടില്ല. ബിദ്അത്തുമായി അങ്ങേയറ്റം ബഹുദൂരം അകലെയായിരിക്കണം ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ബിദ്അത്തുകൾ ധാരാളം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള, അത് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിക്കാനുള്ള കാരണങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അത് നമുക്ക് വിശദീകരിച്ച് നൽകിയതായി കാണാം. ഒന്നാമത്തേത് അൽ ജഹ്ലു ബിദ്ദീൻ, ദീനിനെ കുറിച്ച് അറിവില്ലായ്മയാണ്. ഇസ്ലാം ദീൻ എന്താണ് എന്ന് പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, റസൂലുള്ള വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശരിയായ വിധം പഠിക്കാത്തവൻ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ബിദ്അത്തുകൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം റസൂലുള്ള വിലക്കിയതേതാണ്, റസൂലുള്ള കൽപ്പിച്ചതേതാണെന്ന് തിരിച്ചറിയാത്തവൻ അവൻ എങ്ങനെയാണ് ഇത് ദീനിൽ സ്ഥിരപ്പെട്ടതാണോ അതല്ല ദീനിലേക്ക് കടത്തിക്കൂട്ടിയതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുക? അതൊരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ദീനിനെ കുറിച്ച് അറിവില്ലായ്മ അത് ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ആ ജഹലിന്റെ അപകടം വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് നൽകിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. الله سبحانه وتعالى പറയുകയാണ്, നബിയെ താങ്കൾ പറയുക, إنما حرم ربي الفواحش, എന്റെ റബ്ബ് ഹറാമാക്കിയ കാര്യം അത് മ്ലേച്ഛകരമായ എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷമായതാകട്ടെ പരോക്ഷമായതാകട്ടെ അതെല്ലാം എന്റെ റബ്ബ് എന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വൽ ഇസ്മ വൽ ബഗ്യ, അധർമ്മവും അതുപോലെ തന്നെ നീചവൃത്തികളും അതുപോലെ അന്യായമായുള്ള കയ്യേറ്റവും. എന്നിട്ട് വീണ്ടും പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന ശിർക്കിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത്, നിങ്ങൾക്ക് വിവരമില്ലാത്തത് അത് പറഞ്ഞുണ്ടാക്കുന്നതും അതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യമാണ്. അല്ലാഹുവിന്റെ പേരിൽ, അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അല്ലാഹു നമുക്ക് ദീനായി നിശ്ചയിച്ച ഇസ്ലാം ദീൻ, അതിന്റെ പേരിലൊക്കെ അറിവില്ലാത്തത് സംസാരിക്കുക, അറിവില്ലാത്തത് പറയുക എന്നുള്ളത് അങ്ങേയറ്റം വിലക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഅമ്മൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽമിൻ ഫഹുവ അശദ്ദു ഹാദിഹിൽ മുഹറമാതി തഹ്രീമൻ വഅഅ്ളമുഹാ ഇസ്മ.
ഈ ആയത്തിൽ അള്ളാഹു ധാരാളം ഹറാമായ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിലേറ്റവും ഗൗരവമുള്ളത്, അതിലേറ്റവും കഠിനമായത് അത് അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു വഹുവ അസ്ലു ശിർകി വൽ കുഫ്ർ, ശിർക്കിന്റെയും കുഫ്റിന്റെയും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തത് സംസാരിച്ചു എന്നത് തന്നെയാണ്. വഅലൈഹി ഉസ്സിസത്തിൽ ബിദ്അ വദ്ദലാലാത്ത്, ദീനിലേക്ക് കടത്തിക്കൂട്ടിയ ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ, അതെല്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അറിവില്ലാത്തത് സംസാരിച്ചു എന്നത് തന്നെയാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ അറിവുള്ളത് മാത്രം സംസാരിക്കുക, ദീനിന്റെ വ്യക്തമായ പ്രമാണങ്ങളിൽ വന്നത് മാത്രം പിൻപറ്റുക, അതാണ് ഒരു മുസ്ലിമായ വ്യക്തിയുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ബാധ്യത. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത കാര്യത്തെ നീ പിന്തുടരാൻ പാടില്ല. അതിന്റെ മറ്റൊരു വിശദീകരണം വലാ തഖുൽ, നിനക്കറിവില്ലാത്ത കാര്യം നീ സംസാരിക്കാൻ പാടില്ല. നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും അതെല്ലാം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ദീനായി ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ പ്രമാണങ്ങൾ ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യം അത് റസൂലിന് പരിചയമുണ്ടോ, സ്വഹാബത്ത് അത് അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധന നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അതല്ലാതെ കണ്ടതും കേട്ടതുമെല്ലാം വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നാം പെട്ടുപോകാൻ പാടില്ല. രണ്ടാമത്തെ കാരണമാണ് ഇത്തിബാഉൽ ഹവ, ഹവയെ പിൻപറ്റുന്ന ആളുകൾ, ദേഹേച്ഛയെ, തന്നിഷ്ടത്തെ പിന്തുടരുന്ന ആളുകൾ, തനിക്കിഷ്ടമുള്ളത്, തന്റെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നുന്നത് അത് വിശ്വസിക്കുകയും അത് ദീനായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ കക്ഷികൾ, ബിദ്അത്തിന്റെ വിഭാഗങ്ങൾ, അവരെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്താറുള്ളത് അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അ, അവർ ബിദ്അത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും ആളുകളാണ് എന്നാണ് അവരെ കുറിച്ച് പണ്ഡിതന്മാർ പരിചയപ്പെടുത്താറുള്ളത്. ബിദ്അത്തുകളെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖബറുകളുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകൾ. ആ ഖബറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ, അനാചാരങ്ങൾ എത്രയാണ്, നേർച്ചകളും ഉറൂസുകളും അതുപോലെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാം. അവിടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങളാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്, അവരുടെ ദേഹേച്ഛകളാണ്. ജാറങ്ങളും മക്ബറകളും എല്ലാം വർഷം വർഷം തോറും അത് ലേലങ്ങൾ വിളിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ കച്ചവടങ്ങളും ബിസിനസ്സുകളുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന എത്രയെത്ര ആളുകളാണ്. അതുപോലെ അത് തന്നെയാണ് മറ്റു ബിദ്അത്തുകളുടെയും അവസ്ഥ അപ്രകാരം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഫഇല്ലം യസ്തജീബൂ ലക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, റസൂലേ, താങ്കളുടെ വഹീന് അവർ ഉത്തരം നൽകിയില്ല എങ്കിൽ, താങ്കളുടെ വിളിക്ക് അവർ മറുപടി നൽകിയില്ല എങ്കിൽ, ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ പിന്തുടരുന്നത് അവരുടെ ദേഹേച്ഛയെ മാത്രമാണ് എന്ന് താങ്കൾ അറിഞ്ഞുകൊള്ളുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അവിടുത്തെ സന്മാർഗവും ഹുദയും അതെല്ലാം നമുക്ക് വ്യക്തമാക്കി നൽകിയതിനു ശേഷവും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക എന്നുള്ളത് അതിനേക്കാൾ വലിയ അക്രമമായി മറ്റൊന്നുമില്ല. അങ്ങനെ ദേഹേച്ഛയെ പിന്തുടരുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു പറയുന്നു, വമൻ അവല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നും യാതൊരു മാർഗ്ഗദർശനവും കൂടാതെ ഇത്തരത്തിലുള്ള ദേഹേച്ഛയെ പിന്തുടരുന്ന ആളുകൾ അവരെക്കാൾ വഴിപിഴച്ചവരായി മറ്റാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ അത് നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയണം. നമ്മുടെ ഇഷ്ടങ്ങൾ അത് അല്ലാഹുവിന്റെ ഇഷ്ടമാകണം, റസൂലിന്റെ ഇഷ്ടമാകണം. അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ദീനിലൊരു പ്രവർത്തനം കൊണ്ടുവരാൻ, നിർമ്മിക്കുവാൻ നമുക്കാർക്കും അധികാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് അലൈഹിസ്സലാമിനോട് പറയുന്നു, വലാ തത്തബിഇൽ ഹവ ഫയുദില്ലക അൻ സബീലില്ലാഹ്, നീ നിന്റെ ദേഹേച്ഛയെ പിന്തുടരാൻ പാടില്ല. കാരണം അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നും നിന്നെ തെറ്റിച്ച് കളയുന്ന കാര്യമാണ്. മുഹമ്മദ് നബിയോടായി അല്ലാഹു പറയുന്നു, വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. മുഹമ്മദ് നബിയോട് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ദിക്റിനെ കുറിച്ച് അശ്രദ്ധമായ ഹൃദയങ്ങൾ, അത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ തങ്ങളുടെ ദേഹേച്ഛയെ പിന്തുടരുന്ന ആളുകൾ, അവരെ താങ്കൾ അനുസരിച്ചു പോകരുത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അവിടുന്ന് വിരോധിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദേഹേച്ഛകൾ അതിനെ നമ്മൾ അടിമപ്പെടാൻ പാടില്ല. അത് ബിദ്അത്തുകൾ നമ്മിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, തഖ്ദീമു ആറാഇ ശുയൂഖി വൽ അകാബിരി അല നുസൂസ്, ഖുർആനിനും സുന്നത്തിനുമെതിരായി പണ്ഡിതന്മാരുടെ, അതല്ലെങ്കിൽ വാപ്പകാരണവന്മാരുടെ അവരുടെ നിലപാടുകളെ, അവരുടെ അഭിപ്രായങ്ങളെ മുന്തിക്കുക എന്നുള്ളത് അത് ബിദ്അത്തുകൾ കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എത്ര ബിദ്അത്തുകളാണ് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. അത് പണ്ട് മുതലേ നടക്കുന്നതാണ്. എന്റെ ഉപ്പ അത് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്റെ ഷെയ്ഖ്, എന്റെ ഉസ്താദ്, ഞങ്ങളുടെ നാട്ടിലുള്ള വലിയ ഖാദി അവരെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അവരൊക്കെ അങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എത്ര ബിദ്അത്തുകളാണ് നമ്മുടെ നാട്ടിൽ വേരുറപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ,
وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവതരിക്കപ്പെട്ടതിലേക്കും നിങ്ങൾ കടന്നു വരൂ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും കടന്നു വരൂ എന്നും അവരോട് പറയപ്പെട്ടാൽ അവർ പറയുന്ന ന്യായം എന്താണ്? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാർ അവരേതൊരു നിലപാടിലാണോ ഞങ്ങൾ അവരെ കണ്ടെത്തിയത്, അവരേതൊരു നിലപാടിലാണോ അവർ സ്വീകരിച്ചത്, അതുതന്നെ ഞങ്ങൾക്ക് മതി എന്നും ന്യായം പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ തന്റെ ശൈഖ് പറഞ്ഞാൽ, തന്റെ മദ്ഹബ് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം എന്ത് പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ളതല്ല നമ്മുടെ നിലപാട്. ഖുർആനും സുന്നത്തും അത് സലഫുകൾ സ്വഹാബത്തും താബിഈങ്ങളും അവരെങ്ങനെയാണോ അത് വിശദീകരിച്ചത് നമുക്ക് അറിയിച്ചു നൽകിയത് അവിടെയാണ് നാം നിൽക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ റഅയ ലി അഹദിൻ മഅ സുന്നത്തിൻ സന്നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ചര്യക്ക് അതിന്റെ മുൻപിൽ ഒരാളുടെ അഭിപ്രായത്തിനും ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിനും അവിടെ സ്ഥാനമില്ല എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതെത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ പ്രമാണിയാണെങ്കിലും നാട്ടിലെ വലിയ കാരണവന്മാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും റസൂലിന്റെ സുന്നത്തിനെതിരായി ഒരാളുടെ അഭിപ്രായത്തെയും നാം മുഖവിലക്കെടുക്കേണ്ടതില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില ആളുകൾ കടന്നു വരികയാണ്. അവർ അതാ ഹജ്ജിന്റെ രൂപത്തെക്കുറിച്ച് അവർ അദ്ദേഹത്തോട് തർക്കിക്കുകയാണ്. ഹജ്ജിന്റെ രൂപത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന വിഷയത്തിൽ അവർ അദ്ദേഹത്തോട് തർക്കിക്കുകയാണ്. ആ സമയത്ത് ആ വന്ന ആളുകളിൽ ചിലർ പറഞ്ഞു, ഖാല അബൂബക്കറിൻ വ ഉമറു, അബൂബക്കറും ഉമറും അവർ ഇപ്രകാരമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, യൂശികു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമാ, ആകാശത്ത് നിന്ന് നിങ്ങളുടെ മേൽ ചരൽ വർഷം വർഷിക്കാറായിരിക്കുന്നു, നിങ്ങളുടെ മേൽ കല്ലുകൾ വർഷിക്കാറായിരിക്കുന്നു. അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലൂന ഖാല അബൂബക്കറിൻ വ ഉമർ, ഞാൻ അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ചു പറയുന്നത് അബൂബക്കറും ഉമറും അവരിങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് എന്ന ന്യായമാണോ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. ആരാണ് അബൂബക്കർ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹുമ? ഈ ഉമ്മത്തിലെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ, ഇൽമുള്ളവർ, തഖ്വയുള്ളവർ, ഈമാനിൽ നമ്മെക്കാൾ മുൻകടന്ന ആളുകൾ. അവരുടെ അഭിപ്രായത്തിന് പോലും റസൂലിന്റെ ഹദീസുകൾ അവരുടെ അഭിപ്രായത്തിനെതിരായി വന്നാൽ റസൂലിന്റെ ഹദീസിനെയാണ് മുന്തിക്കേണ്ടത് എന്ന പാഠമാണ് മഹാനായ സഹാബി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അജിബ്തു ലിഖൗമിൻ അറഫുൽ ഇസ്നാദ വസിഹ്ഹതഹു വയദ്ഹബൂന ലിറഅയി സുഫിയാൻ. ഹദീസുകൾ അത് സ്വീകാര്യമാണെന്ന് ബോധ്യമായിട്ടും സനദ് സഹീഹാണെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നീടും സുഫിയാൻ സൗരിയുടെ അഭിപ്രായത്തിലേക്ക് പോകുന്ന ആളുകൾ, അവരെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന മൻ ഇസ്തബാനത് ലഹു സുന്നത്തുൻ عن رسول الله صلى الله عليه وسلم لم يحل له أن يدعها لقول أحد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരാൾക്ക് വ്യക്തമായി കഴിഞ്ഞാൽ മറ്റൊരാളുടെ വാക്കിന് വേണ്ടി ആ സുന്നത്തിനെ ഉപേക്ഷിക്കുക എന്നത് അതൊരാൾക്കും അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഇത് മുസ്ലിം ലോകത്ത് ഇജ്മാഅല്ല, അവരെല്ലാവരും ഏകോപിച്ച കാര്യമാണെന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ വർഷങ്ങളോളം ദർസ് എടുത്ത വലിയ പണ്ഡിതനാണ്. റസൂലിന്റെ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് അവിടുന്ന് ദർസ് എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞതായി കാണാം, കുല്ലു അഹദിൻ യുഖദു മിൻ ഖൗലിഹി വയുത്രക്, ഏതൊരാളുടെ വാക്കും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിൽ മറമാടപ്പെട്ട് കിടക്കുന്ന റസൂലിന്റെ വാക്കുകൾ ഒഴികെ റസൂലിന്റെ വാക്കുകളെല്ലാം പൂർണ്ണമായും സ്വീകരിക്കപ്പെടേണ്ടതാണ്, അതിൽ പൂർണ്ണമായും കീഴൊതുങ്ങേണ്ടതാണ് എന്ന പാഠമാണ് അദ്ദേഹം അവിടുത്തെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കക്ഷിത്വത്തിന്റെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, മദ്ഹബുകളുടെ പേരിൽ ഇത്തരത്തിൽ പ്രമാണങ്ങളെ തള്ളിക്കളയുന്ന ആളുകൾ നാളെ പരലോകത്തെത്തിയതിനു ശേഷം വിരൽ കടിച്ചത് കൊണ്ട് കാര്യമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നതുപോലെ, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. നാളെ നരകത്തിൽ അവരതാ മുഖം കീഴ്മേൽ മറിക്കപ്പെട്ട് ആ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആ ദിവസം ആ നരകവാസികളായ ആളുകൾ അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളിലുള്ള പ്രമുഖരായ ആളുകൾ അവരെ അനുസരിക്കുകയും അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായത് എന്ന് നാളെ പരലോകത്തെത്തിയതിനു ശേഷം നരകത്തിൽ കിടന്നുകൊണ്ട് അവർ പറയുന്നതാണ്. റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബേ നീ അവർക്ക് ഇരട്ടികളായി ശിക്ഷ കൊടുക്കണമേ, അവരുടെ മേൽ നീ വലിയ ശാപം അവരെ ഏൽപ്പിക്കുകയും ചെയ്യണമേ എന്ന് നരകത്തിൽ കിടന്നുകൊണ്ട് അവർ വിലപിക്കുന്നതാണ്, അവർ വിരൽ കടിക്കുന്നതാണ്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് നാം തിരിച്ചറിയുക. നാലാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പറയുന്നു, തഖ്ദീമുൽ
അഖ്ലി അല നഖൽ, വഹിയാകുന്ന പ്രമാണങ്ങളെക്കാൾ ബുദ്ധിയെ മുന്തിക്കുക എന്നുള്ളത് അത് ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള, ബിദ്അത്തുകൾ കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ പ്രത്യേകതയാണ് അവന്റെ സവിശേഷ ബുദ്ധി എന്നത്. എന്നാൽ പല ആളുകളും ആ ബുദ്ധിയെ അതിന്റെ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചില്ല. അവർ ആ ബുദ്ധിയെ അതിമഹത്വവൽക്കരിക്കുകയും ആ ബുദ്ധി കൊണ്ട് ദീൻ നിർമ്മിക്കുകയും ചെയ്യുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിന് പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല അള്ളാഹു നൽകിയത്, എല്ലാവർക്കും ഒരേ ഗ്രാഹ്യതയല്ല അള്ളാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തീർത്തും വ്യത്യസ്തമാണെന്നിരിക്കെ എങ്ങനെയാണ് ബുദ്ധി കൊണ്ട് ദീൻ നിർമ്മിക്കുക? ഒരാളുടെ ബുദ്ധിക്കനുസരിച്ച് ദീനിലേക്ക് പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടുക അതൊരിക്കലും സാധ്യമാകാത്ത കാര്യമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പല ബിദ്അത്തുകളും അങ്ങനെയാണ്. ആളുകൾ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കുകയാണ്. അത് നല്ലതല്ലേ, അത് അന്നദാനമല്ലേ, അത് ദിക്ർ ഹൽഖയല്ലേ, അത് സ്വലാത്തല്ലേ, ഖുർആൻ പാരായണമല്ലേ? എങ്ങനെയാണ് അവൻ കണ്ടെത്തിയത്? അവന്റെ ബുദ്ധി കൊണ്ട് അവൻ പ്രമാണങ്ങളെക്കാൾ അവന്റെ ബുദ്ധിയെ മുഞ്ചിക്കുകയാണ്. അങ്ങനെ ബുദ്ധി കൊണ്ട് അവൻ നല്ലതായി തോന്നുന്നതെല്ലാം ദീനിലേക്ക് കടത്തിക്കൂട്ടുകയാണ്. ഒരിക്കലും അത്തരത്തിലുള്ള പ്രവണത നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവും അവന്റെ റസൂലും എന്ത് പറഞ്ഞുവോ അവിടെ നിൽക്കുക. അതാണ് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ, അവരുടെ വിശേഷണം അതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ കടന്നു വരൂ എന്ന് പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പറയുന്ന വാക്കെന്താണ്? അയ്യഖൂലു സമിഅനാ വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് മുഅ്മിനീങ്ങളായ ആളുടെ വാക്കുകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം മുഹമ്മദ് ഇബ്നു ശിഹാബിൻ സുഹ്രി അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറഞ്ഞു, മിനല്ലാഹി റിസാല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് റിസാലത്ത് അഥവാ ഈ വഹീന്റെ സന്ദേശം. അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വമിനർ റസൂലിൽ ബലാഗ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് റസൂലിന്റെ ബാധ്യത. വഅലൈന തസ്ലീം, നമ്മുടെ ബാധ്യത ആ വഹിയാകുന്ന പ്രമാണങ്ങൾക്ക് കീഴടങ്ങുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിൽ വല്ലതും കൂട്ടാനുണ്ടോ, അതിലേക്ക് വല്ലതും ചേർക്കാനുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് നല്ലതായി തോന്നുന്നത് അത് കൂട്ടിക്കടത്തുക എന്നുള്ള ചിന്തകളൊന്നും അത്തരത്തിലുള്ള അനുവാദമൊന്നും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, അത്തഅല്ലുഖു ബിശ്ശുബഹാതി വദ്ദലാലാത്ത്. ഇസ്ലാമിലെ പ്രമാണങ്ങൾ അത് രണ്ട് രൂപത്തിലാണ്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന വ്യക്തമായ തെളിഞ്ഞ പ്രമാണങ്ങളുണ്ട്, ആയത്തുകളുണ്ട്. അതിനെയാണ് മുഹ്കമാത്ത് എന്ന് പറയുക. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ വ്യക്തമാകാത്ത, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകാത്ത ചില സംശയാസ്പദമായ ആയത്തുകൾ ഉണ്ടാകും. അതിനെയാണ് ശുബ്ഹ, മുസ്തബിഹാത്ത് എന്ന് പറയുക, മുത്തശാബിഹാത്ത് എന്ന് പറയുക. ഇത്തരത്തിലുള്ള മുത്തശാബിഹാത്തുകളായ ആയത്തുകൾ, തെളിവുകൾ പിടിച്ചുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷികൾ കടന്നു വരുന്നതാണ്. അവർ ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുവാനായി അവർ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും അത്തരത്തിലുള്ള തെളിവുകളെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാണ് ബിദ്അത്തിന്റെ കക്ഷികൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ്, അല്ലാഹുവെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി, ഇബാദത്തിനർഹനായി മറ്റാരുമില്ല. അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും പങ്കു ചേർക്കരുത്. എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. എന്നാൽ ഇത്തരത്തിലുള്ള മുഹ്കമായ ഖണ്ഡിതമായ ആയത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് ഖുർആനിലെ സംശയാസ്പദമായ, അതല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയാത്ത ആയത്തുകൾ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് റസൂലിനോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട്, റസൂലിന്റെ ഖബറിന്റെ അരികിൽ പോയി റസൂലിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള മുത്തശാബിഹാത്തുകളായ ആയത്തുകൾ കൊണ്ടുവരുന്നതായി കാണാം. ഇത് ബിദ്അത്തിന്റെ കക്ഷികൾ. അവർ എല്ലാ കാലവും ഇതേ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. അതുകൊണ്ട് സുന്നത്തിന്റെ വക്താക്കൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഖണ്ഡിതമായ മുഹ്കമായ ആയത്തുകൾ അത് പ്രമാണങ്ങളായി സ്വീകരിക്കുകയും മുത്തശാബിഹാത്തുകളായ ആയത്തുകൾ അതിനെ അറിവുള്ള പണ്ഡിതന്മാരിലേക്ക് നാം മടക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട്. അതല്ലെങ്കിൽ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഖബറുകൾ അത് ഒരു ചാണിന് മീതെ ഉയർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാം, മൗലിദ് ആഘോഷിക്കാം എന്നിങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ബിദ്അത്തുകൾ. അതിന് തെളിവ് പിടിക്കുന്നത് എന്താണ്? വിശുദ്ധ ഖുർആനിലെ അതല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിലെ ഇത്തരത്തിലുള്ള വാക്കുകൾ, മുത്തശാബിഹാത്തുകളായ ആയത്തുകൾ പിടിച്ചുകൊണ്ട് തെളിവ് കൊണ്ടുവരുന്നതായി കാണാം. അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും അവരോടുള്ള സഹവാസവും ചങ്ങാത്തവും നാം ഒഴിവാക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, സയതീനാസുൻ യുജാദിലൂനകും ബിശുബ്ഹാത്തിൽ ഖുർആൻ. ഖുർആനിലെ ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ വ്യക്തമാകാത്ത ഇത്തരത്തിലുള്ള ആയത്തുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങളോട് തർക്കിക്കാൻ വരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. ഫഖുദൂഹും ബിസ്സുനൻ, ആ സന്ദർഭത്തിൽ റസൂലിന്റെ സുന്നത്തിനെ അതുകൊണ്ട് നിങ്ങൾ നേരിടുക. فإن أصحاب السنن أعلم بكتاب الله, സുന്നത്തിന്റെ ആളുകൾക്കാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച്, കിതാബിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ബിദ്അത്തുകൾ അത് വ്യാപിക്കാനുള്ള ആറാമത്തെ കാരണമാണ് മുജാലസതു അഹ്ലിൽ ബിദ്അ വൽ അഹ്വാ. ബിദ്അത്തുകാരോടൊപ്പം, തന്നിഷ്ടത്തിന്റെ ആളുകളോടൊപ്പം അവരോടൊപ്പം സഹവസിക്കുക, അവരോടൊപ്പം കൂട്ടുകൂടുക, അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുക എന്നുള്ളത്
അത് ബിദ്അത്ത് നമ്മിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. അവന്റെ കൂട്ടുകാരൻ അവൻ ബിദ്അത്ത് ചെയ്യുന്നവനാണെങ്കിൽ, അവൻ ബിദ്അത്തിന്റെ വക്താക്കളാണെങ്കിൽ അത് നിന്നിലേക്കും പടരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്നും ബിദ്അത്തിന്റെ പ്രചാരകരിൽ നിന്നും നാം ദീൻ പഠിക്കാൻ പാടില്ല, അവരിൽ നിന്ന് ദീൻ സ്വീകരിക്കാൻ പാടില്ല. കാരണം അവരവരുടെ പുത്തനാശയങ്ങൾ നിന്നിലേക്ക് നീ അറിയാതെ അവരിങ്ങനെ കുത്തിനിറക്കുന്നതാണ്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, സുന്നത്തിന്റെ മാർഗത്തിലുള്ള ആളുകൾ, അവരിൽ നിന്നായിരിക്കണം നാം ഇൽമു പഠിക്കേണ്ടത്. മുൻഗാമികൾ എത്രയോ ശ്രദ്ധ പാലിച്ച മേഖലയാണിത്. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, തീർച്ചയായും ഈ അറിവ് ഇൽമു എന്ന് പറയുന്നത് അത് ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും, അതിനാൽ നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ദീൻ എന്ന് പറയുന്നത് അത്രയും മൂല്യമുള്ളതാണ്. അതുകൊണ്ട് ആ ദീൻ അത് ആരിൽ നിന്ന് നാം സ്വീകരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ പല ആളുകളും ഇതിന്റെ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. കണ്ടതും കേട്ടതുമെല്ലാം വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അത് ശരിയായ നിലപാടല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, ലാ തുജാലിസ് അഹ്ലൽ അഹ്വാ, ബിദ്അത്തുകാരോടൊപ്പം തന്നിഷ്ടക്കാരോടൊപ്പം നീ ഇരിക്കാൻ പാടില്ല. ഫഇന്ന മുജാലസതഹും മുംറിളത്തുൽ ലിൽ ഖുലൂബ്, അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് അവരുടെ രോഗം അത് നിന്റെ ഹൃദയത്തിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ബിദ്അത്ത് എന്ന് പറയുന്ന മാരകമായ ആ വൈറസ് അത് നിന്റെ ഹൃദയത്തിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമ്മെ താക്കീത് നൽകുകയാണ്. ബിദ്അത്തുകാരുടെ സംസാരങ്ങൾ, അവരുടെ രചനകൾ, അവരുടെ ക്ലിപ്പുകൾ അത് കേൾക്കുക എന്നുള്ളത് മഹാന്മാരായ മുൻഗാമികൾ അവരങ്ങേയറ്റം വിലക്കിയ, അവങ്ങേയറ്റം ശ്രദ്ധിച്ച കാര്യമാണ്. മഹാനായ താബിഈ ഇമാം താവൂസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടതാ അവരവരുടെ വാദങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ അവരിങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഇമാം താവൂസ് റഹിമഹുല്ലാഹ് തന്റെ വിരലുകൾ കൊണ്ട് ചെവി അടച്ചു പിടിക്കുകയാണ്. എന്നിട്ട് തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ അദ്ഖിൽ ഇസ്ബഅൈക ഫീ ഉദുനൈക, എന്റെ പൊന്നുമകനെ നീ നിന്റെ രണ്ട് വിരലുകളും നിന്റെ കാതുകളിലേക്ക്, ചെവികളിലേക്ക് അത് ശക്തിയായി അടച്ചു പിടിക്കുക. വസ്തുദ്, ശക്തിയായി പിടിക്കുക, അമർത്തി പിടിക്കുക. ലാ തസ്മഅ മിൻ കലാമിഹി ശൈഅ, അവന്റെ വാക്കുകൾ, അവൻ പറയുന്നതും അവന്റെ വാദങ്ങൾ അതൊന്നും നീ കേട്ടുപോകരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ സലഫുകൾ, മുൻഗാമികൾ അവർ പറയുമായിരുന്നു, കാന സലഫു യഖൂലൂൻ അൽ ഖുലൂബു ദഈഫത്തുൻ വശുബഹു ഖത്താഫ, ഹൃദയം അതങ്ങേയറ്റം ദുർബലമാണ്. ശുബഹാത്തുകൾ, ബിദ്അത്തിന്റെ കക്ഷികൾ അവർ പടച്ചുവിടുന്ന ആശയക്കുഴപ്പങ്ങൾ അത് നമ്മെ റാഞ്ചിയെടുക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ അവർ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള തെളിവുകൾ അത് നമ്മുടെ ഹൃദയത്തിൽ അതിവേഗം സ്വാധീനിക്കുമെന്നും സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നമ്മെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുമെന്നും സലഫുകൾ അവർ നമ്മെ ഉപദേശിച്ചതായി കാണാം. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെട്ട ചില ആളുകൾ കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നുഹദ്ദിസുക ബിഹദീസിൻ, റസൂലിന്റെ ഒരു ഹദീസ് ഞങ്ങൾ താങ്കൾക്ക് വായിച്ചു കേൾപ്പിക്കട്ടെയോ, താങ്കളോട് പറയട്ടെയോ? അദ്ദേഹം പറഞ്ഞു, വേണ്ടതില്ല. അവർ വീണ്ടും പറയുന്നു, ഫനഖറഉ അലൈക ആയതൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്നും ഒരു ആയത്ത് താങ്കൾ ഞങ്ങൾ കേൾപ്പിക്കട്ടെയോ, താങ്കൾക്ക് ഞങ്ങൾ ഓതിത്തരട്ടെയോ? അദ്ദേഹം പറഞ്ഞു, വേണ്ടതില്ല. ലതഖൂമാനി അന്നി ഔ ലഅഖൂമന്ന, ഒന്നുകിൽ നിങ്ങൾ എന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുക, അതല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകുന്നതാണ്. അങ്ങനെ വന്ന രണ്ടാളുകൾ അവർ അദ്ദേഹത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ആ സമയത്തട അവിടെ കൂടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളുകൾ അവർ ചോദിക്കുകയാണ്, വമാ കാന അലൈക അൻ യഖറഅ ആയതൻ മിൻ കിതാബില്ലാഹ്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരായത്ത് ഓതിയത് കൊണ്ട് എന്ത് കുഴപ്പമാണ് സംഭവിക്കാനുള്ളത്? ഇമാം അവറുകൾ മറുപടി കൊടുക്കുന്നു, നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാചകങ്ങളാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്നി ഖശീതു അൻ യഖറഅ അലയ്യ ആയതൻ ഫയുഹരിഫാനിഹ ഫയഖിറ ദാലിക ഫീ ഖൽബി, അവരിരുവരും ഖുർആനിലെ ഒരായത്ത് ഓതുകയും എന്നിട്ട് അവരുടെ പിഴച്ച വാദങ്ങൾക്കായി ആ ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുകയും അവരുടെ ആ ദുർവ്യാഖ്യാനം അതെന്റെ ഹൃദയത്തിൽ അത് ഉറച്ചു പോകുമോ എന്ന് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. ഇത് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകൾ, പിഴച്ച ആളുകൾ അവർ തെളിവായി ഖുർആനും സുന്നത്തുമാണ് നിന്റെ മുൻപിൽ ഓതുന്നതെങ്കിലും നീ അത് കേൾക്കേണ്ടതില്ല, നീ അവർക്ക് കാതുകൾ കൊടുക്കേണ്ടതില്ല, നിന്റെ ഹൃദയം അവരുടെ മുൻപിൽ തുറന്നു കൊടുക്കേണ്ടതില്ല. മറിച്ച് അവരിൽ നിന്ന് ഓടി അകലുകയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ സഹിതം സലഫുകളുടെ മാതൃകയനുസരിച്ച് ഇൽമു പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബിദ്അത്തിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد. ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരാനുള്ള ഏഴാമത്തെ കാരണമാണ്
الاستمساك بالنصوص الموضوعة والضعيفة ضعيفായ ദുർബലമായ അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമച്ച മൗദൂആയ ഹദീസുകൾ കൊണ്ട് തെളിവ് പിടിക്കുക എന്നുള്ളത്. എത്രയോ ബിദ്അത്തുകൾ അത് നിലനിൽക്കുന്നത് തന്നെ ബിദ്അത്തായ ഹദീസിന്റെ മേലാണ്. എത്രയോ ബിദ്അത്തുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഏതൊരു ചെറിയ കുട്ടിക്കും ബോധ്യമുള്ള കാര്യമാണ്, ദീനിലെ ഏത് വിധികളും അത് വിശ്വാസപരമാകട്ടെ കർമ്മപരമാകട്ടെ അത് ശരിയാകണമെങ്കിൽ, അത് സ്ഥിരപ്പെടണമെങ്കിൽ സഹീഹായ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ എന്നതാണ്. എന്നാൽ ബിദ്അത്തുകളുടെ അവസ്ഥ നാം പറഞ്ഞതുപോലെ ദുർബലമായ ഹദീസുകളുടെ പേരിലാണ് പലതും നിലകൊള്ളുന്നത് തന്നെ. വരാനിരിക്കുന്ന മൗലിദാഘോഷം നബിദിനത്തിന്റെ പേരിൽ പ്രചരിക്കപ്പെടുന്ന എത്ര ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മാത്രമല്ല, പിൽക്കാലത്ത് വന്ന സ്വഹാബത്തിന്റെ പേരിൽ, താബിഈങ്ങളുടെ പേരിൽ, പണ്ഡിതന്മാരുടെ പേരിൽ ഇല്ലാത്ത കള്ളമായ വ്യാജ നിർമ്മിതികൾ പടച്ചുണ്ടാക്കുന്ന ആളുകൾ. അവർക്കറിയാം ഇത് ദഈഫാണ്, ഇത് തീർത്തും യോഗ്യമല്ലാത്തതാണെന്നറിയാം. എന്നിരുന്നാലും ആ ബിദ്അത്തുകൾ അത് സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള തെളിവുകൾ യാതൊരു കൂസലുമില്ലാതെ അവർ പടച്ചുവിടുകയാണ്. സ്വപ്നക്കഥകൾ, ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ അനുഭവ കഥകൾ, തെളിവുകളില്ലാത്ത സനദുകളില്ലാത്ത കഥകൾ, അതാണ് പല ബിദ്അത്തുകളുടെയും ആധാരം, അടിസ്ഥാനമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എട്ടാമത്തെ കാരണമാണ് അത്തശബ്ബുഹു ബിൽ കുഫാർ, കാഫിറുകളോട്, സത്യനിഷേധികളായ ആളുകളോടും അവരോട് സാദൃശ്യപ്പെടുക, അവരെ അന്ധമായി അനുകരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത ക്രൈസ്തവരായ ആളുകൾ അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ അവരെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. ഖബർ പൂജ എന്നുള്ളത് അത് ഇസ്ലാമിൽ പരിചയമില്ലാത്തതാണ്. മൗലിദാഘോഷം എന്നത് അത് ഇസ്ലാമിൽ പരിചയമില്ലാത്തതാണ്. ക്രിസ്തുമസ് ആഘോഷിക്കുന്നവർ അവർ ഈസാ അലൈഹിസ്സലാമിന്റെ ജന്മദിനമാണെന്ന് വാദിക്കുന്നു. മൗലിദാഘോഷിക്കുന്നവർ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണെന്ന് എന്ന് വാദിക്കുന്നു. യഥാർത്ഥത്തിൽ രണ്ടിനും ദീനിൽ തെളിവില്ല. അത് പിൽക്കാലത്ത് കടന്നു വന്നതാണ്. ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തതാണ് രണ്ട് കാര്യങ്ങളും. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, നിങ്ങളുടെ മുൻപുള്ള ആളുകൾ അവരുടെ വഴികളെ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എന്റെ റസൂൽ ഒരു ഉപമ പറയുകയാണ്, ഹത്താ ലൗ സലകൂ ജുഹ്റ റബ്ബിൻ ലസലക്തുമൂഹു, അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണ്, ഒരു ഉടുമ്പിന്റെ പൊത്തിലേക്കാണ് അവർ പ്രവേശിച്ചതെങ്കിൽ നിങ്ങളും അതിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആ പിൻപറ്റുന്നതിന്റെ, ആ അനുകരണത്തിന്റെ കാഠിന്യം ഒന്ന് നോക്കൂ. ഉടുമ്പിന്റെ മാളം എന്ന് പറയുന്നത് കയറുവാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതാണ്. അങ്ങേയറ്റം ഇത്തരത്തിൽ മുൻകഴിഞ്ഞ ആളുകളെ നിങ്ങൾ പിന്തുടരുന്നതാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അൽ യഹൂദ വൻ നസാറ, റസൂലെ താങ്കൾ ഉദ്ദേശിച്ചത് ജൂത ക്രൈസ്തവരെയാണോ? റസൂൽ പറയുന്നു, ഫമൻ, അവരല്ലാതെ പിന്നെ മറ്റാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതായി കാണാം. ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള 9ാമത്തെ മാർഗമാണ് അൽ ഉലൂവു ഫിദ്ദീൻ, ദീനിൽ അതിരുകവിയുക എന്നുള്ളത്. ഉലൂ എന്ന് പറഞ്ഞാൽ മുജാവസത്തുൽ ഹദ്ദി ഫിൽ ഇഅ്തിഖാദാതി വൽ അഖ്വാലി വൽ അഅമാൽ, ദീനിൽ ഇസ്ലാമിൽ അല്ലാഹുവും അവന്റെ റസൂലും നിശ്ചയിച്ച പരിധിയുണ്ട്, അത് വിട്ടുകിടക്കുക എന്നുള്ളതാണ് ഉലൂ എന്ന് പറയുന്നത്. അതല്ലാതെ ഓരോ ആളുകളും അവരവർക്ക് തീരുമാനിച്ച പരിധികളല്ല, മറിച്ച് അല്ലാഹുവും അവന്റെ റസൂലും നിശ്ചയിച്ച പരിധികളാണ്. അത് വിട്ടുകിടക്കുക എന്നുള്ളതാണ് ഉലൂ എന്ന് പറയുന്നത്. അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിരുകടന്ന ആളുകൾ അവരുടെ സ്ഥാനത്തിനപ്പുറമായി അവരെ ഉയർത്തുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം ആദരവും ബഹുമാനവുമെല്ലാം അവരുടെ മുൻപിൽ ആരാധനകൾ അർപ്പിക്കുന്നതിലേക്ക് വരെ ഇന്ന് കൊണ്ടെത്തിക്കുകയുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ അവരെ സ്നേഹിക്കുകയാണ്, അഹ്ലുബൈത്തിനെ ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലുബൈത്തിനെ അമിതമായി പുകഴ്ത്തുകയും അവർക്ക് ആരാധനകൾ അർപ്പിക്കുകയും ഉലൂഹിയത്ത് വകവെച്ചു കൊടുക്കുകയും ചെയ്ത ഷിയാക്കളുടെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ പല ആളുകളും അവർ ഇത്തരത്തിൽ പിഴക്കാനുണ്ടായ കാരണം ദീനിൽ അല്ലാഹുവും അവന്റെ റസൂലും നിശ്ചയിച്ച പരിധി അത് വിട്ടുകടന്നു എന്നുള്ളതാണ്. ഈ ദീനിലേക്ക് അതിന്റെ തുടക്കകാലത്ത് വന്ന ബിദ്അത്താണ് ഖവാരിജികളുടെ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഖവാരിജികൾ അവർ വാദിക്കുന്നത് എന്താണ്? ശിർക്കിനും കുഫറിനും താഴെയുള്ള മറ്റു ഏത് വൻപാപം സംഭവിച്ചാലും അവൻ കാഫിറാണ് എന്നതാണ്. വ്യഭിചരിച്ചാൽ, അതുപോലെ മദ്യപിച്ചാൽ അവൻ കാഫിറാണ് എന്നതായിരുന്നു ഖവാരിജികളുടെ വാദം. അവർ ആ വാദത്തിലേക്ക് എത്താനുണ്ടായ കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ താക്കീത് നൽകിയ അവന്റെ പ്രമാണങ്ങൾ അത് മാത്രം മുൻകൈയായി എടുക്കുകയും അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള അവന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന അത്തരത്തിലുള്ള തെളിവുകളെല്ലാം അവർ അവഗണിക്കുകയും ചെയ്തു എന്നതാണ് ഖവാരിജികൾക്ക് സംഭവിച്ച തെറ്റ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ ശക്തമായി എതിർത്തതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വൽ ഉലൂവ ഫിദ്ദീൻ, ദീനിൽ അതിര് കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഉലൂവ ഫിദ്ദീൻ, നിങ്ങളുടെ മുൻപുള്ള ആളുകളെ അവർ നശിപ്പിച്ചത് ദീനിലുള്ള അവരുടെ അതിര് കവിയലാണ് എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ബിന മറിയം, ക്രൈസ്തവരായ ആളുകൾ അവർ ഈസാ അലൈഹിസ്സലാമിനെ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കാൻ പാടില്ല. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്, അതുകൊണ്ട് ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും നിശ്ചയിച്ച പരിധി അത് വിട്ടുകിടക്കുക എന്നുള്ളത് അത് ബിദ്അത്തുകൾ നമ്മിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഈ 9 കാരണങ്ങൾ ബിദ്അത്തുകൾ നമ്മിലേക്ക് കടന്നു വരാൻ അതല്ലെങ്കിൽ നമ്മിൽ വ്യാപിക്കാനുള്ള സുപ്രധാനമായ കാരണങ്ങളാണ്. എല്ലാ ബിദ്അത്തിൽ നിന്നും അത് വിശ്വാസപരമായിക്കൊള്ളട്ടെ കർമ്മപരമായിക്കൊള്ളട്ടെ അതിൽ നിന്ന് ബഹുദൂരം വിട്ടു നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ബിദ്അത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബിദ്അത്തിന്റെ അപകടങ്ങളും ആ ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും സുന്നത്തിന്റെ കോട്ടമതിലുകൾ തീർക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.